ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ആമിസ് ലൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ ഓരോ ദിവസം എന്താണ് സ്പെഷ്യൽ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നല്ല അടിപൊളി ഡ്രിങ്ക്സാണ്. അതിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവർക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. ഞാനിവിടെ 500 പാലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരല്പം ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇങ്ങനെ മാറ്റിയ പാലിലേക്ക് നമുക്ക് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ ഏത് ഫ്ലേവറാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1.25 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അറിയാലോ, അത് അടിയിൽ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കൈയും കണക്കൊന്നും ഇല്ലാതെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒരുപാട് സമയത്ത് ഇങ്ങനെ തിളപ്പിച്ച് നന്നായി കട്ടിയാക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് ഡ്രിങ്ക്സ് ആക്കിയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പാല് തിളയ്ക്കാനായിട്ട് വെച്ച സമയത്ത് എൻ്റെ പരിപാടി ഇതൊക്കെയായിരുന്നു. അതായത് കുറച്ച് ആപ്പിൾ തോല് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പെമോഗ്രനേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാല് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തേക്ക്, സംഭവം അടിപൊളിയായിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം പറ്റുവാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിയേ, സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.